ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, The main duty of a priest is to connect with the people through the grace of prayer and love. ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ് താൻ അനുഗ്രഹീതനാക്കപ്പെട്ട പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും ദൈവജനവുമായി ബന്ധപ്പെടുക എന്നുള്ളത്. ദൈവത്തിന്റെ പ്രതിപുരുഷനായി, നിത്യജീവിതത്തിലേക്കുള്ള വഴികാട്ടിയായി, ദൈവജനത്തിന്റെ സ്നേഹപിതാവായി, അങ്ങനെ ദൈവത്തിനു വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച അനേകം വൈദികരെ നമ്മുടെ തിരുസഭയിലുണ്ട്. ഒരു പ്രേക്ഷിത സംഘടനയിലൂടെ വളർന്ന് പ്രവർത്തിച്ച് ദൈവവിളികൾ സ്വീകരിച്ച അനേകം വൈദികരും സന്യസ്തരും നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്നാൽ ആ പ്രേക്ഷിത സംഘടനയുടെ സ്ഥാപക പിതാവ് ഒരു വൈദികൻ തന്നെയാണെങ്കിൽ നമുക്ക് വളരെ അഭിമാനകരമാണ്. അതെ, ഭാരതത്തിന്റെ ലിസ്യു എന്നറിയപ്പെടുന്ന ഭരണജ്ഞാനത്തിന്റെ വിരിമാറിൽ 1947 ഒക്ടോബർ 3 ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ഛനും കുഞ്ഞേട്ടനും അടക്കം വെറും 7 പേരോടുകൂടി ആരംഭിച്ച് വളർന്നു പടർന്നു പന്തലിച്ച് 16 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആത്മായ പ്രേക്ഷിത സംഘടനയായി മാറിയ ചെറുപുഷ്പ മിഷൻ ലീഗ് തന്നെയാണത്. 50,000-ലധികം വൈദികരെയും 50-ലധികം മെത്രാന്മാരെയും സഭയ്ക്ക് പ്രദാനം ചെയ്ത മിഷൻ ലീഗ് സംഘടനയുടെ സ്ഥാപക പിതാവായ ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ഛൻ എന്നും നാം ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. ശിശു സഹജമായ നിർമ്മലതയും നിഷ്കളങ്കതയും ജീവിതത്തിലുടനീളം കലർപ്പില്ലാതെ കൊണ്ടു നടന്ന വ്യക്തി, ജാടകളും ആർഭാടങ്ങളും ഇല്ലാതെ ഒരു സാധാരണക്കാരനായി ജീവിച്ച മനുഷ്യൻ. മിഷൻ ലീഗ് സംഘടനയുടെ സ്ഥാപനത്തിലൂടെ കേരള കത്തോലിക്ക യുവത്വത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് തീ കൊളുത്തിയ പ്രേക്ഷിത പിതാവ്. അങ്ങനെ നീളുന്നു ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിലച്ഛനെ കുറിച്ച് പറയുവാനാണെങ്കിൽ. 1909 ജനിച്ച് 1936 വൈദികനായി, പിന്നീട് അധ്യാപകനായും വൈദികനായും ഇടവക വികാരിയായും സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ഛൻ 1947 വിശുദ്ധ അൽഫോൺസാമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതല ഏറ്റെടുത്തു. പിന്നീട് വിശുദ്ധ അൽഫോൺസാമയുടെ ജീവിതത്തിൽ നിന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്ന മിഷൻ ലീഗിന്റെ മുദ്രാവാക്യങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം, വ്യക്തിത്വ വികസനം, ദൈവവിളി പ്രോത്സാഹനം എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മിഷൻ ലീഗ് സംഘടന കുഞ്ഞേട്ടനോടൊപ്പം സ്ഥാപിച്ചു. 1955 തെക്കൻ മിഷൻ ഗ്രാമമായ അമ്പൂരി എന്ന സ്ഥലത്ത് പ്രേക്ഷിത പ്രവർത്തനം അനുഷ്ഠിച്ചു. ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത, നിത്യജീവിതത്തിന്റെ വചസ്സുകൾ അറിയത്തില്ലാത്ത അവിടുത്തെ ജനങ്ങൾക്ക് മാലിപ്പറമ്പിലച്ഛൻ ഒരു വെളിച്ചമായിരുന്നു. അമ്പൂരിയിലെ മിശിഹ എന്നായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ഛൻ അറിയപ്പെട്ടിരുന്നത്. വിശ്വാസ പരിശീലനത്തിനേക്കാൾ ഉപരിയായി ഈശോയെ കൂടുതൽ അറിയുവാനും ഈശോയോടൊത്ത് പ്രവർത്തിക്കുവാനും വീട്ടിലടച്ചിരിക്കുന്ന യുവജനങ്ങൾക്ക് ഈശോയുടെ അനുയായികളായി മാറുവാനുമുള്ള പ്രചോദനം ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ഛൻ എന്നും നൽകിയിരുന്നു. ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന നാൾ മുതൽ മരണം വരെ വിശ്വാസത്തിലൂടെ നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ മാലിപ്പറമ്പിലച്ഛൻ യുവജനങ്ങൾക്ക് നൽകുന്ന പ്രവർത്തനങ്ങളും മുന്നറിയിപ്പുകളും ഏറെ വലുതായിരുന്നു. വൈദികൻ, റെക്ടർ, അധ്യാപകൻ, മിഷൻ ലീഗ് സഭാ സംഘടനയുടെ സ്ഥാപക പിതാവ്, അങ്ങനെ താൻ പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും പൂർണ്ണ ആത്മാർത്ഥതയോടെ, പൂർണ്ണ വിശ്വസ്തയോടെ, ഒട്ടും പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി പ്രവർത്തിച്ച പുണ്യപിതാവ്. ആ പുണ്യപിതാവ് പിന്നീട് ജനങ്ങളുടെ, ദൈവജനത്തിന്റെ പ്രിയ പിതാവായി മാറി. താൻ ആയിരിക്കുന്നിടത്ത്, താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു മിഷണറി ആകുവാനും മിഷന് വേണ്ടി പ്രവർത്തിക്കുവാനും മിഷനെ സഹായിക്കുവാനും താൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ചങ്കൂറ്റത്തോടെ ഏറ്റു പറയുവാനും ഓരോ വ്യക്തിയെയും പ്രാപ്തനാക്കുന്ന സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. ആ സംഘടനയുടെ സ്ഥാപക പിതാവായ ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ഛനെ നമുക്ക് എന്ന് ഓർമ്മിക്കാം. അച്ഛന്റെ ജീവിതചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അങ്ങനെ ആർഭാടങ്ങളില്ലാതെ, ജാടകളില്ലാതെ, സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിർമ്മലമായ ഹൃദയത്തോടെ നമുക്കും ഈശോയുടെ സാക്ഷികളാകാം. ജയ് ക്രൈസ്റ്റ്, ജയ് മിഷൻ ലീഗ്.